വിവാഹ സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താൻ അനുവദിച്ച് ഹൈക്കോടതി. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പലരും വിളിച്ചു ചോദിക്കുന്ന വിഷയമാണ് വിവാഹ സമയത്തുള്ള പേരാണ് മാരേജ് സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. എന്നാൽ വിവാഹശേഷം എൻ്റെ പേര് മാറിയിരുന്നു, തിരുത്താൻ കഴിയുമോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. പരാതിക്കാരിയുടെ വിവാഹം 2017 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്നു. വിവാഹ സമയത്തുള്ള പേരിലാണ് വിവാഹ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. പിന്നീട് മതപരിവർത്തനം നടത്തുകയും 6 വർഷത്തിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം പേര് മാറുകയും ചെയ്തു. പുതിയ പേര് ഗസറ്റിൽ വിജ്ഞാപനം നടത്തുകയും എല്ലാ രേഖകളിലും പുതിയ പേര് ചേർക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ പാസ്പോർട്ടിലും ആവശ്യമായ തിരുത്തൽ വരുത്തുകയുണ്ടായി. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനോടൊപ്പം താമസിക്കാൻ കുടുംബ വിസയ്ക്ക് ശ്രമിച്ചപ്പോഴാണ് പുതിയ പേരിലുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് ബോധ്യം വന്നത്. പേര് തിരുത്തുന്നതിനായി അധികൃതരെ സമീപിച്ചപ്പോൾ വിവാഹ രജിസ്റ്ററിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാകില്ലെന്ന് വ്യക്തമാക്കി. പിഴവുകളോ വ്യാജ എൻട്രികളോ ഉണ്ടെന്ന് തെളിവ് ലഭിച്ചാൽ പോലും രജിസ്റ്ററിൻ്റെ മാർജിനിൽ എഴുതിവെക്കാനുള്ള അനുമതി മാത്രമാണുള്ളതെന്ന് അറിയിച്ചു. കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജ് കോമൺ റൂൾ 2008 റൂൾ 13 ആണ് മേജർ ചേഞ്ചസ് വരുത്തുന്നതിനെ എതിർക്കുന്നത്. പൊതുവെ ഡേറ്റിലോ സ്പെല്ലിങ്ങിലോ എറർ വന്നാലാണ് ലോക്കൽ രജിസ്ട്രാർക്ക് തിരുത്താൻ കഴിയുന്നത്. പരാതിക്കാരി ഈ വിഷയത്തിന്മേൽ ഹൈക്കോടതിയിൽ മാൻഡേമസ് റിട്ട് ഫയൽ ചെയ്തു. പരാതി പരിഗണിച്ച ഹൈക്കോടതി ഹർജിക്കാരിയുടെ നിലവിലുള്ള പേരിൽ തന്നെ ഫാമിലി വിസ എടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും നിലവിലുള്ള പേരിൻ്റെ പേരിൽ മതപരമായ വിലക്കുകളില്ലല്ലോ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. തുടർന്ന് വിദേശത്തുള്ള ഭർത്താവിൻ്റെ നിലപാട് തേടുകയും ചെയ്തു. 2.5 മാസം കഴിഞ്ഞിട്ടും ഭർത്താവ് രേഖാമൂലം മറുപടി നൽകാതെ ഓൺലൈനിൽ ഹാജരാകാമെന്ന് അറിയിക്കുകയാണുണ്ടായത്. ഹൈക്കോടതി ഹർജിക്കാരിയുടെ മാതാപിതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞു. മകളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും പുതിയ പേര് സ്വീകരിച്ചതിൽ അവർക്ക് എതിർപ്പില്ലെന്നും അറിയിച്ചു. കുടുംബജീവിതം സന്തോഷത്തോടെയാണ് നീങ്ങുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. പേര് മാറ്റാതെ തന്നെ മിശ്രവിവാഹം നിയമപരമാക്കാമെന്നത് സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ സൗന്ദര്യമാണെന്ന് കോടതി വ്യക്തമാക്കി. ധാംജിത്ത് ബംഗാറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസ് കോടതി ഉദ്ധരിക്കുകയുണ്ടായി. പരാതിക്കാരിക്ക് നീതി ലഭിക്കുന്നതിനായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 226 പ്രകാരം അനുവദിക്കുകയാണുണ്ടായത്. പരാതിക്കാരിയുടെ പേര് വ്യക്തമാകുന്ന തരത്തിൽ ഒരു അഡീഷണൽ എൻട്രി ഇൻകോർപ്പറേറ്റ് ചെയ്ത് റിവൈസ്ഡ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് രജിസ്ട്രാർക്ക് ഡയറക്ഷൻ നൽകി. പുതിയ സർട്ടിഫിക്കറ്റ് 1 മാസത്തിനകം കൈമാറണമെന്ന് നിർദ്ദേശം നൽകുകയുണ്ടായി. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ്റേതാണ് ഈ ഉത്തരവ്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.